സ്വപ്നങ്ങൾക്ക് അതിരില്ല. ഒരു അതിരിട്ട് മാത്രമേ നമ്മൾ സ്വപ്നം കാണാം. അവിടെ നിന്നാണ് നമുക്കൊരു മാറ്റം സംഭവിച്ചത്. സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ് സ്ത്രീകൾക്ക് തന്നിരിക്കുന്ന ഈ ഒരു മേഖല. പേര് ധനജു മാരിയസ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കിൽച്ചുള കോളനിയിലാണ് താമസിക്കുന്നത്. ഞാനൊരു ഹരിതകർമ്മ സേന അംഗമാണ്. ജോലി ചെയ്യുന്ന ചെട്ടിവിളാകന്മാർ, കുടപ്പനക്കുന്ന് ചെട്ടിവിളാകന്മാരിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ജോലി ഞാൻ പറഞ്ഞല്ലോ ഹരിതകർമ്മ സേനാംഗമാണെന്ന് പറഞ്ഞപ്പോൾ, ഹരിതകർമ്മ സേന എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഏകദേശം ഒരു 4 വർഷമായിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഈ പദ്ധതി വന്നിട്ട്, ഈ 4 വർഷം കൊണ്ട് 4 വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ തുടർച്ചയായ ഭരണത്തിൻ്റെ ഈ 10ാമത്തെ വർഷം അല്ലെങ്കിൽ 9 വർഷം പൂർത്തിയാക്കി 10ാമത്തെ വർഷത്തിൽ കടന്നിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകളായ നമ്മൾ പലരും വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടിയവരാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു 10ാം ക്ലാസ്സിന് താഴെയൊക്കെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അപ്പം നമ്മുടെയൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഏതെങ്കിലും വീട്ടു ജോലിക്ക് പോവുക, അല്ലെങ്കിൽ ഹോട്ടലിൽ ഇങ്ങനെ പാത്രം കഴുകാൻ പോവുക. അതൊക്കെ നമുക്ക് നിത്യമായ ഒരു തൊഴിൽ തന്നെ. പക്ഷെ നമുക്കൊരു വരുമാനം അല്ലെങ്കിൽ ഒരു നിത്യ വരുമാനം, നമുക്ക് ഇവിടെ നിന്ന് ഒരു മാസം നമുക്ക് ഇങ്ങനെ എത്ര രൂപ നമുക്ക് കിട്ടും എന്നുള്ളൊരു ഉറപ്പില്ലാതെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷെ അവിടെ നിന്നാണ് നമുക്കൊരു മാറ്റം സംഭവിച്ചത്. സ്ത്രീകളായി വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് നമ്മുടേതായ ഒരു നമ്മളെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി, നമുക്ക് എന്താണോ നമുക്കതൊന്നൊരു 10 രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു നമ്മൾ പോലും ചിന്തിക്കാത്തിടത്തുനിന്ന് നമ്മുടെ സർക്കാർ ചിന്തിച്ച് അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു തൊഴിൽ, അങ്ങനെയുള്ളതെന്ന് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി BA കാരിയാണ്. ഏത് തരം മനുഷ്യർക്കും അധ്വാനിച്ച് ജീവിക്കാൻ മനസ്സുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഹരിതകർമ്മ സേന. അപ്പോൾ 1800ഓളം തൊഴിലാളികൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഈ പണിയെടുക്കുന്നവരുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വീട്ടു ജോലിക്കൊക്കെ പോയാൽ നമുക്ക് നിശ്ചിതമായ മാസം നമുക്കൊരു 5000 രൂപയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു 10000 രൂപയ്ക്കകത്താണ് നമുക്കൊരു വരുമാനം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതെന്നെല്ലാം മാറി നമുക്കിപ്പോൾ എവിടെ പോയാലും നമുക്ക് എടുത്ത് പറയാം, ഇവിടെ എന്ത് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നത് ഹരിതകർമ്മ സേനയാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് ഞാനൊരു സർക്കാർ ജോലി തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് എൻ്റെ ജോലി ഇവിടെ ഹരിതകർമ്മ സേന. അപ്പോൾ ആ ഒരു തലത്തിൽ നമ്മൾ എത്തിച്ചു. അപ്പോൾ ഒരു സാധാരണക്കാരായ വീട്ടിൽ ഒതുങ്ങിയിരുന്ന സ്ത്രീകൾക്ക് സർക്കാർ നൽകിയ ഏറ്റവും വലിയൊരു പദ്ധതിയാണ് ഹരിതകർമ്മ സേന എന്നുള്ള പദ്ധതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വീടിനകത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മുടെ ഭർത്താക്കന്മാർ കൊണ്ടുവരുന്നു ചുരുങ്ങിയ വരുമാനം കൊണ്ട് കുടുംബം നോക്കുക, മക്കളെ പഠിപ്പിക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക്. ഇപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ പലപ്പോഴും സ്ത്രീകൾക്കാണ് അതിൻ്റെ കുറവ് സംഭവിക്കുന്നത്. ആ സമയത്ത് നമുക്ക് നമ്മുടേതായ പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മൾ ഉള്ളിലൊതുക്കി വെക്കേണ്ടി വരും. അതിനുള്ള വരുമാനമേ ഉള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമുക്കൊരു മാസം ഒരു 10-25,000 രൂപ വരെ നമുക്ക് വരുമാനമുണ്ട്. ആ 25,000 രൂപ എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ കാര്യം. ജോലി അത് ചെയ്യാനുള്ളൊരു മനസ്സ്, അല്ലെങ്കിൽ നമുക്ക് ആ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക. അപ്പം അതൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ് സ്ത്രീകൾക്ക് തന്നിരിക്കുന്ന ഈ ഒരു മേഖല. നമുക്ക് ഈ കേരളത്തിലായതുകൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം, നമ്മൾ എന്താണോ എന്ന് അത് പുറത്ത് നമ്മൾ സമൂഹത്തോട് വിളിച്ചു പറയുക, നമ്മുടെ ആവശ്യങ്ങൾ നേടുക എന്നുള്ള ഒരു എന്താ പറയുക, ആ ഒരു നമ്മുടെ കേരളത്തിൽ അതിനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഞാനൊരു എഴുത്തുകാരിയോ ഒരു സാഹിത്യകാരിയോ ഒന്നുമല്ല. എടുത്തു പറയാനുള്ള ഒരു ജീവിത സാഹചര്യം എനിക്കില്ല. വിദ്യാഭ്യാസം കൊണ്ടായിരുന്നാലും മറ്റൊന്നും ഉണ്ടായില്ല. എനിക്ക് 4 ആൾ പോലും അറിയത്തില്ല. ഈ കോണിക്കകത്തുള്ള ആൾക്കാർക്ക് മാത്രമേ ഒരു ധനജകുമാരി അറിയത്തുള്ളൂ. അപ്പോൾ എന്നെയും ഞാനടങ്ങുന്ന എൻ്റെ സമൂഹത്തെ, അല്ലെങ്കിൽ ഞാൻ കാണുന്ന കാഴ്ചകളെ, എൻ്റെ കണ്ണിലൂടെ പോകുന്ന ഓരോ കാഴ്ചകൾ ഞങ്ങളെ മാറ്റി നിർത്തുക, അപമാനിക്കുക, വളർന്നു വരുന്ന കുട്ടികൾക്ക് വളരാനുള്ള ഒരു സ്പേസ് കൊടുക്കാതെ ആൾക്കാർ കുറ്റപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ കൂടെ വളർന്നു വന്നാൽ ഞങ്ങൾക്ക് ആ ഒരു ഞങ്ങളുടെ അനുഭവിക്കുന്ന വിഷമങ്ങൾ പുറത്തുള്ളവരെ അറിയിക്കണം, അല്ലെങ്കിൽ അത് സമൂഹത്തിൽ അതൊരു മാറ്റം ഉണ്ടാവണം ചിന്തിച്ച് ഞാനൊരു പുസ്തകം എഴുതാൻ തയ്യാറായവർ. അപ്പം അങ്ങനെ ഒരു പുസ്തകം ഞാൻ എഴുതാൻ ആഗ്രഹിക്കുകയും ആ പുസ്തകം അത് പുറത്തിറങ്ങാൻ എന്നെ സഹായിച്ചത് നമ്മുടെ ഇന്നത്തെ ഈ സർക്കാരാണ്. അപ്പം ചിന്ത പബ്ലിക്കേഷൻ ആ പുസ്തകം അറിയാം. അപ്പം ആ പുസ്തകത്തിനകത്ത് എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പുസ്തകം വരുമ്പോൾ ഒരുപക്ഷെ അവർ സർക്കാരിൻ്റെ ഭാഗത്ത് ചിന്തിക്കാം ഇത് അങ്ങനെ വരാൻ പറ്റും. പക്ഷെ അവരും അത് ആഗ്രഹിച്ചു, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ജനങ്ങൾ അറിയണം എന്നുള്ളത് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ആ പുസ്തകം പുറത്തിറങ്ങി. ഇന്ന് അതിനുശേഷം ഇപ്പം 2013 ഇറങ്ങിയ പുസ്തകമാണ്. ഇപ്പോൾ നമുക്ക് 13 വർഷം, ഏകദേശം 13 വർഷത്തോളമായി ആ പുസ്തകത്തിലുണ്ടായ മാറ്റം. ഇപ്പോൾ ചെങ്കിൽച്ചുളക്കാരിയായ എൻ്റെ ഒരു പുസ്തകം 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഒരു ഹരിതകർമ്മ സേന അങ്ങനെയാണ് എൻ്റെ പുസ്തകം 2 യൂണിവേഴ്സിറ്റിയിൽ പാഠപുസ്തകമാക്കി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. കാരണം എനിക്കൊക്കെ സ്വപ്നം കാണുന്നതിന് വരെ ഒരു അതിരുണ്ട്. കാരണം സ്വപ്നങ്ങൾ
സ്വപ്നങ്ങൾക്ക് അതിരില്ല, പക്ഷെ ഞങ്ങൾക്ക് സ്വപ്നം കാണുന്ന ഒരു അതിരുണ്ട്. ഒരു അതിരിട്ട് മാത്രമേ നമ്മൾ സ്വപ്നം കാണൂ. അപ്പൊ അതിനപ്പുറമായിട്ട് പിന്നെ ആ പുസ്തകം 2 യൂണിവേഴ്സിറ്റി പഠിക്കാൻ അംഗീകരിക്കുക, പിന്നെ ആ പുസ്തകത്തെ കുട്ടികൾ പഠിക്കുക എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു സർക്കാരിന്റെ ഒരു മുൻകൈ കാണുമല്ലോ. ഒരുപാട് പ്രതിഭകളെ ഇപ്പൊ ഇതിനകത്ത് പുറത്തു കൊണ്ടുവരാം. അപ്പൊ അതിനൊരു കാരണം എന്ന് പറയുമ്പോൾ ആ പുസ്തകമാണ്. ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും സ്ത്രീകളെ മുന്നിൽ നിർത്തിയത് കൊണ്ട് തന്നെയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഇതിനകത്ത് നിന്നിപ്പോൾ ഒരുപാട് സ്ത്രീ പ്രാതിനിധ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്തു കഴിഞ്ഞു. ഇനിയും മുൻപോട്ടുള്ള ഈ സർക്കാരിന്റെ ഒരു പ്രയാണം ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ.